നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് കാത്തിരുന്ന ഒരു പ്രോബബിലിറ്റി ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരള PSC നടത്തിയ നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാം കാറ്റഗറി നമ്പർ 290/2023 എക്സാം നടന്നത് 23/8/2024 അപ്പോൾ ഓഗസ്റ്റ് 23 നടന്ന എക്സാമിന് സംബന്ധിച്ചാണ് ഈ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും പ്രൊവിഷണലി എലിജിബിൾ ടു ബി ഇൻക്ലൂഡഡ് ഇൻ റാങ്ക് ലിസ്റ്റ് ആണ്. ഇവർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പറയുമ്പോൾ അതിന് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷമാണ് കൺഫേം ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഴ്സറി ടീച്ചർ സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 298. നിങ്ങൾക്കറിയാം, മറ്റ് കാറ്റഗറിയിലും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. കോമൺ എക്സാം ആയിരുന്നു 23-ാം തീയതി. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ മാത്രം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ അവരെ ബാധിക്കുന്നതല്ല. പക്ഷേ ഈ 2 കാറ്റഗറി എഴുതിയവരുണ്ടാവും, 298 മാത്രം എഴുതിയവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മറ്റുള്ളവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ വളരെ കുറച്ച് നമ്പേഴ്സാണ് ഇവിടെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കും? കട്ട് ഓഫിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം എത്ര മാർക്ക് മിനിമം കിട്ടിയാലാണ് അവർ മെയിൻ ലിസ്റ്റിൽ പെടുന്നത് എന്നാണ്. അപ്പോൾ ദ മാർക്ക് സെക്യൂർഡ് ബൈ ദ ലാസ്റ്റ് കാൻഡിഡേറ്റ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 66.67 ആണ്, 66.67. അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടിയവരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ മൊത്തം 72 പേരാണ്. മെയിൻ ലിസ്റ്റിൽ 12 പേരാണുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 60 പേരാണുള്ളത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 72 പേരെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് കാറ്റഗറീസിലും കൂടി ഇപ്പോൾ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഏത് കാറ്റഗറിയെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഒരുപാട് പേർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്നിരുന്നു, ഒരുപാട് പേരുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു. ചിലരുടെ ഇപ്പോഴും, അതായത് അടുത്ത കാറ്റഗറിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ അപ്ലോഡ് റിക്വസ്റ്റ് ഇപ്പോഴും ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതും താഴെ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ പ്രിപ്പറേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.